ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് ക്ലാസ് ഡേ 1 ആണിത്. അപ്പോൾ നമുക്ക് ഇനി മെഹന്തി കുറേ പേര് പഠിച്ച് കഴിഞ്ഞവരായിരുന്നു. ഇനി പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. ഇനി പുതുതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ 10 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് കുറച്ച് ഡിസൈൻസ് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ 10 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വരക്കാനുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ക്ലാസ്സിലേക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു A4 സൈസ് പേപ്പറാണ്. അപ്പോൾ പേപ്പർ എടുത്തതിന് ശേഷം അതിന് 4 ചുറ്റും ചെറിയ ബോർഡേഴ്സായിട്ട് 4 ലൈൻസ് വരക്കണം ആദ്യം. അപ്പോൾ മൈലാഞ്ചി ഇടുമ്പോൾ ആവശ്യമുള്ള ഒരു 8 ഡിസൈൻസാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ലൈൻസ് വരക്കണം കാണിച്ചു തരാം. നമ്മൾ ലൈൻസ് വരക്കുന്ന സമയത്ത് വളരെ നേരിയതായിട്ട് കോൺ ചരിച്ച് പിടിച്ചിട്ട് വേണം ലൈൻസ് വരക്കാനായിട്ട്. അല്ലാതെ കോൺ മൈലാഞ്ചി അധികം ജസ്റ്റ് കാണിച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ അമർത്തി പിടിച്ചാൽ ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ വരാതെ വളരെ നേരിയതായിട്ട് വേണം ലൈൻസ് ഇടാനായിട്ട്. അപ്പോൾ നേരിയ ലൈൻസ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മൈലാഞ്ചി കോൺ പ്രസ് ചെയ്യാതെ തന്നെ നമ്മൾ പെൻസിൽ കൊണ്ടൊക്കെ ലൈൻ ഇടുന്ന പോലെ ആ മൈലാഞ്ചി കോൺ കൊണ്ട് പതുക്കെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി രണ്ടാമത്തെ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ വളരെ നേരിയതായിട്ട് ലൈൻസ് വരക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് അടുത്തടുത്തായിട്ട് തന്നെ വരക്കണം. അപ്പോൾ ഞാൻ ഒരു 6 ലൈൻസ് വരക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യൽ നമ്മളുടെ ഐഡിയ പോലെ, ഇപ്പോൾ 1 ഇടവിട്ടിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2 ലൈൻസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം പോലെ അത് നിങ്ങൾ ചെയ്തു. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്യണ സമയത്ത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ലൈൻ വരച്ചിട്ട് പിന്നെ ഒരു ഡാർക്ക് ലൈൻ വരയ്ക്കുക, പിന്നെ ഒരു ലൈറ്റ് ലൈൻ വരക്കാതെ ഇതുപോലെ വരച്ചതിന് ശേഷം മാത്രം ഈ ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. എന്നാലേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. മെഹന്തി ഇടാൻ അറിയാത്തവർ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തത് 3ാമത്തെ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ ചെറിയൊരു ഔട്ട്ലൈൻ, അതായത് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ മാത്രം കാണുന്ന രീതിയിൽ ചെറിയ ഔട്ട്ലൈനായിട്ട് ഒരു ബോക്സ് പോലെ അധികം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചരിച്ചിട്ടുള്ള ലൈൻസാണ് വേണ്ടത്. അതും വളരെ നേരിയതായിട്ട് തന്നെ ഇതേപോലെ നേരിയതായിട്ട് ലൈൻസ് ഇട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മൈലാഞ്ചി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ശ്രദ്ധിക്കണം. ഇനി ചിലപ്പോൾ മൈലാഞ്ചി കോണിൻ്റെ മറ്റ് പോയിൻ്റ് ഭാഗം കുറച്ച് വലുതായിട്ട് നമ്മൾ മുറിച്ചതെങ്കിൽ പോലും കോൺ ചരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിയതാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ അത് വളരെ നല്ല രീതിയിൽ വരുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഡിസൈൻ തെറ്റന്നെയാണെങ്കിൽ ഇതുപോലെ പറ്റുള്ളൂ. അതായത് മൈലാഞ്ചി കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വളരെ നേരിയതായിട്ട് തന്നെ ഇതുപോലെ ചരിച്ച് പിടിച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മളുടെ 4ാമത്തെ ഡിസൈനാണ്. ഇപ്പോൾ 4ാമത്തെ ഡിസൈൻ നമ്മൾ മൈലാഞ്ചി ഇടുന്ന സമയത്ത് പല രീതിയിലും നമ്മൾ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പെറ്റൽസ് വരക്കുന്ന സമയത്ത് ഇത്രയും വലുതാക്കി വരക്കരുത്. കാരണം ഇപ്പോഴത്തെ എല്ലാ ഡിസൈൻസും വളരെ ചെറിയ ഡിസൈൻസാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇതുപോലെ വലുതാക്കി വരക്കാണ്ട് വളരെ വളരെ ചെറിയ രീതിയിൽ തന്നെ വരക്കണം. ഇതുപോലെ വേണം വരക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ റൗണ്ട്, ആ ജിലേബി പോലെ റൗണ്ട് വരച്ചതിന് ശേഷം വളരെ ചെറിയ പെറ്റൽസ് വളരെ പൊടിയായിട്ട് മൈലാഞ്ചി കോൺ കൊണ്ട് വരച്ചാൽ മതി. ഇങ്ങനെ വരക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി കിട്ടണത്. മൈലാഞ്ചി ഇടുമ്പോൾ എല്ലാവരും വരക്കാൻ ശ്രമിക്കുന്ന ഒരു ഫ്ലവറാണ് ഈ ഒരു ഫ്ലവർ. പക്ഷേ ഇത് എല്ലാം കൂടി ചേർന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കുറവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഈ റൗണ്ട് വരക്കാം. റൗണ്ട് നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ വരക്കാം. അതിനുശേഷം ഈ പെറ്റൽസ് വരക്കുന്ന സമയത്ത് ആദ്യം ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു പെറ്റൽ വരച്ച്, എന്നിട്ട് അതിൻ്റെ ഒരു പെറ്റലിൽ മുട്ടാതെ വേണം നമ്മൾ വരക്കാനായിട്ട്. എല്ലാം കൂടി ജോയിൻ ചെയ്ത് വരക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി പോണത്. അതായത് സ്റ്റാർട്ടിങ് ഭാഗം മാത്രം മുട്ടിയിട്ട് ബാക്കി ഭാഗങ്ങൾ മുട്ടാതെ നോക്കണം. അതായത് ഈ പെറ്റൽസിൻ്റെയൊക്കെ മിഡിൽ ഭാഗമായിട്ട് ഒരു വി പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാവും. അതാണ് ആ പൂക്കൾ വരക്കുമ്പോഴുള്ള കറക്റ്റ് മെത്തേഡ്. ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൈലാഞ്ചി വരാതെ കാലിക്കോണും കൊണ്ടിട്ട്, അതായത് കാലി മൈലാഞ്ചി കോണും കൊണ്ടിട്ട് വേണം നമ്മൾ വെറുതെ ലൈൻസ് വരക്കാനായിട്ട്. അപ്പം മൈലാഞ്ചി ഓൾറെഡി നമ്മളുടെ മറ്റേ പെറ്റൽസിൽ ഉണ്ടാകും. അപ്പോൾ അത് കൊണ്ടിട്ട് തന്നെ വെറുതെ ഷെയ്ഡിങ് കൊടുത്താൽ മതി.
പിന്നെ ഞാൻ ഈ വരക്കുന്ന ഡിസൈൻ വരക്കാൻ വേണ്ടി അത് നമ്മൾ റൗണ്ട് വരച്ചതിന് ശേഷം ചുറ്റും ഇതുപോലെ പ്രസ് ചെയ്ത് വരക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല വരക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ റൗണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ വരക്കണം. ഒരു പ്ലസ് വന്ന പോലെ 4 ഭാഗത്തും വരച്ചതിന് ശേഷം വേണം അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ 2 പെറ്റൽസ് വെച്ചിട്ട് ഇതുപോലെ വരക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി പ്രത്യേക ഭംഗി തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യം വരച്ച ഡിസൈൻ നോക്കണം, ഇതും കൂടി നോക്കണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മൾ കുറേ ഡോട്ട്സ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഡോട്ട്സ് ഇടാൻ വേണ്ടി മൈലാഞ്ചി കൊണ്ട് പ്രസ് ചെയ്യും. പിന്നെ അപ്പം തന്നെ വരച്ച് പിന്നെ ഡോട്ട് ഇടും. അതുപോലെ ഇങ്ങനെ ഒരു ചെയിൻ പോലെ പോകാറുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം വളരെ നേരിയതായിട്ടൊരു ലൈൻ വരക്കാം. ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ മൈലാഞ്ചി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ തുമ്പ് ഭാഗം കൊണ്ടിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ചെറിയ ഡോട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയാലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ലൈൻ വരക്കുന്നത് വളരെ തിന്നായിട്ട് വരച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡോട്ട്സ് നമുക്ക് ചെറുതും വലുതാക്കായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ലാസ്റ്റ് ഡിസൈനാണ്, 8ാമത്തെ ഡിസൈനാണ്. അത് ചെയ്യാനായിട്ടും എല്ലാവരും ചെയ്യണം. ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും. ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്തിട്ട്, അതായത് ഇങ്ങനത്തെ ഡിസൈൻ വരക്കുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം താഴോട്ട് വരക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വരക്കാറുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ആദ്യം നമ്മൾ ഇതുപോലെ 3 ലൈൻ വരച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മിഡിലായിട്ട് 2 എണ്ണം ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ വരും. അതിനുശേഷം ലാസ്റ്റ് വേണം അതിൻ്റെ ഉള്ളിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഡേ 1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം അതൊരു ഫോട്ടോ എടുത്തതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ അതിലേക്കൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കറക്ഷൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്